അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ഒരു കഥ പറയാൻ ശ്രമിക്കുന്ന സിനിമയാണ് മഹൽ ഇൻ ദ നെയിം ഓഫ് ഫാദർ. ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ചില അരക്ഷിത നിമിഷങ്ങളുണ്ട്, ചില ആശയക്കുഴപ്പ സാഹചര്യങ്ങൾ. ഒരു വശത്ത് ജീവിതവും മറുവശത്ത് ബന്ധങ്ങളും ഒരേപോലെ ത്രാസിലാടുന്ന ഇത്തരം വേളകളിൽ പകച്ചു നിന്നു പോകും മനുഷ്യർ. രണ്ടും ഒരേപോലെ പ്രിയപ്പെട്ടതാകുന്നവർ ഇത്തരം വേളകളിൽ തകർന്നു പോകും. അത്തരത്തിലുള്ള മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു യുവാവിൻ്റെയും വാർദ്ധക്യത്താലും ഡിമെൻഷ്യ രോഗത്താലും പലപ്പോഴും നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു അച്ഛൻ്റെയും കഥ പറയുന്ന സിനിമയാണ് മഹൽ ഇൻ ദ നെയിം ഓഫ് ഫാദർ. മകനും അച്ഛനും തമ്മിൽ ഗാഢമായ സ്നേഹബന്ധമുണ്ട്. രണ്ടുപേർക്കും അത് പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയുന്നില്ല. ചില നിമിഷങ്ങളിൽ അവർ അത് പറയാതെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛനെ കൈവിടാതെ തന്നെ മറ്റുള്ളത് കൂടി ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ യുവാവ് ഒറ്റപ്പെടുകയും ജീവിതം പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു സമകാലീന മലയാള കുടുംബ ചിത്രമായി മാറുകയാണ് മഹൽ ഇൻ ദ നെയിം ഓഫ് ഫാദർ. വളാഞ്ചേരിയുള്ള അഭിമാനമായ സംവിധാനം ജനിച്ചു. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വളാഞ്ചേരിയുടെ പോഷകരാജ്യമായ ഡോക്ടർ, അവർക്കെല്ലാം നന്ദി. 100 1000 ലാക്ക് ആശീർവാദം. Yes, always. Thank you very much. ദേശീയ അവാർഡ് പറയുക നല്ല വേണം. എല്ലാവരും കുടുംബസമേതം കാണണം. കാണാൻ പറ്റില്ല. നല്ല സംവിധാനം ഇഷ്ടപ്പെട്ടു. നമ്മളപ്പത്തെ യുവതലമുറ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് വിവാദം. നല്ല പടം. നമ്മുടെ ഉണ്ണിനായനായിട്ട് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പ്രാദേശികമായ ആളുകൾ, എല്ലാ കലാകാരന്മാർക്കും നല്ലൊരു അവസരം കൊടുത്തു നന്നായി അഭിനയിക്കുകയും ചെയ്ത് നല്ലൊരു പടം. നാട്ടുനന്മകളാൽ സമ്പന്നമായ വളരെ മനോഹരമായ സിനിമ. ഇത് നമുക്ക് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ വളരെ മനോഹരമായിട്ടുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും. പടത്തിലൊക്കെ അഭിനയിച്ചു വരികയാണ്. എങ്ങനെയുണ്ട് പടം? അത് പടം ഇനിയിപ്പോൾ അതിനപ്പുറം പറയില്ല. എൻ്റെ വാക്കില്ല, അത്ര സൂപ്പറാണ്. പക്ഷെ ബാക്കിയൊക്കെ ജനങ്ങൾ പറയണം. ഇത് നമ്മൾ പറഞ്ഞൊന്നല്ല, ഇത് ഇങ്ങനെ ജനങ്ങളൊക്കെ പറയട്ടെ. അതാണ് എൻ്റെ അഭിപ്രായം. ഉണ്ണിയേട്ടൻ ശരിക്കും മേഞ്ഞു. ഉണ്ണിയേട്ടനില്ലെങ്കിൽ പടമില്ല. അനുപേട്ട പടമൊക്കെ എങ്ങനെയുണ്ട്? ഗംഭീര പ്രകടനമാണ്. സംവിധാനം ഒരു പുതുമുഖ സംവിധായകൻ എന്നുള്ളതിലല്ല, അത് ഗംഭീരാക്കിയിട്ട് മനസ്സ് തൊട്ടറിഞ്ഞ അഭിനയമാണ് അച്ഛൻ അഭിനയൊക്കെ എങ്ങനെ കണ്ടിട്ട് നമ്മളുടെ അഭിപ്രായം എന്താ? മനോഹരമായ പടം, വൃത്തികേടില്ലാത്ത പടം. നാസറിന്റെ സംവിധാനം തുടക്കം തന്നെ നന്നായി വരുന്നു. എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ നായർ നന്നായി, എല്ലാവരും നന്നായി. ഇവിടെ ഇതുവരെ കണ്ടതിനേക്കാളും നമുക്ക് വൃത്തികേടില്ലാത്തൊരു പടം. സൂപ്പർ, റിയലിസ്റ്റിക്. സങ്കടം പോകുന്നുണ്ടാണ്. പക്ഷേ ഇന്നത്തെ തലമുറയോട് എന്താണ് നല്ല കഥയാണ്. വളരെ വൈകാരിക മുഹൂർത്തങ്ങളുള്ള നല്ലൊരു സിനിമ. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമ. നല്ല സിനിമ, നല്ല സിനിമ, നല്ല സിനിമ. സൂപ്പർ പടം, സൂപ്പർ സൂപ്പർ. നല്ല കഥ, നല്ല പടം, നല്ല പടം. നല്ല മൂവിയാണ്. നല്ല ഫീലിങ്സ് ഉള്ള മൂവിയാണ്. ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഫീലിങ്സ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഷെയ്ൻ സിദ്ദീഖാണെങ്കിലും ഉണ്ണി നായരാണെങ്കിലും വെള്ളാക്കിയിട്ടുണ്ട്. സുഹൃത്ത് നാസറിൻ്റെ സംവിധാനം ചെയ്ത മഹൽ അതിഗംഭീരമായി. കഥാപാത്രങ്ങളൊക്കെ അഭിനയിക്കുകയല്ല, ജീവിച്ച് കാണിക്കുകയാണ്. ഇന്നത്തെ ഒരു എൻ്റെ ടീം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓരോരുത്തരും നമുക്ക് ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അല്ലെങ്കിൽ മാറിപ്പോയെങ്കിൽ എന്നുള്ള ആഗ്രഹിക്കും. പിന്നീട് അത് ലഭിക്കണമെന്നുള്ള ഇതിലുള്ള വളരെ നല്ല ടീമായിട്ട് മഹൽ വന്നിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് വളാഞ്ചേരിക്കാർക്ക് ഈ രംഗത്തേക്ക് ഒരുപാട് ആളുകളെ കുറച്ച് സമയമാണെങ്കിൽ പോലും ഓരോ രംഗത്തും
മേഖലയിലുള്ള അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഓരോ സുഹൃത്തുക്കളും നന്നായിട്ട് അവർക്ക് ലഭിച്ച ഈ അവസരം ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് അവർക്കൊക്കെ ഈ നല്ല രീതിയിലുള്ള ഈ രംഗത്ത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ കഴിയും. ഏതായാലും നല്ല ഒരു അനുഭൂതി കുറച്ച് കാലത്തിന് ശേഷം വളരെ ടീമോട് കൂടി അതോട് പിന്നെ നമുക്കിടയിലുള്ള കഥാപാത്രങ്ങളെ പോലെ വിസ്മരിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. അടിപൊളിയാണ്. പൈസയിൽ നമുക്ക് നല്ല സന്ദേശം നൽകിയിട്ടുള്ള ഒരു പടം നൽകാൻ കഴിയും എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഉഷാർ എല്ലാവരും കണ്ടിരിക്കണം. ഉൾക്കൊണ്ട് വേണം പോകാൻ. ഭർത്താവിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കണം. അതാണ് ടീമാണ് പ്രമേയത്തിൽ. കാരണം നമ്മുടെ നാട്ടിന്റെ ജൈവികത തീർത്തും മഞ്ഞമാവുന്ന ഒരു കാലമാണ്. അപ്പൊ ജൈവവളം മനുഷ്യന്റെ ഒരു പരിഹാസ കഥാപാത്രങ്ങളായിട്ടാണെങ്കിൽ പോലും പലയിടങ്ങളിലും ഇപ്പോൾ ആ ജൈവികത ആ ജൈവഭാവമാണ് നമ്മുടെ നാടിനെ നിലനിർത്തുന്നൊരു കാലമായിട്ടൊരു ബോധ്യം ഇതിലുണ്ട്. അച്ഛനും മകളും തീവ്രമായ ബന്ധമാണെങ്കിലും ആ ജൈവികത ഇപ്പോഴത്തെ ജനങ്ങളുടെ ഇല്ലായ്മയെന്ന് പോയ ആർഭാടത്തിലേക്ക് പോയൊരു കുതിപ്പുണ്ട്. നമുക്ക് ഇല്ലായ്മക്കും ആർഭാടത്തിനടുത്ത് ലാളിത്യം എന്ന സാധനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലജ്ജ. അത് കിട്ടാതെ പോയിട്ടുണ്ട്. അത് കിട്ടാതെ പോയതാണ് നമ്മളന്ന് അനുഭവിക്കുന്ന പരിണത ഫലം എന്ന് കാണിക്കുന്ന ഒരു വളരെ പച്ചയായ ജൈവ പ്രമേയം തന്നെയാണ് മഹൽ. ഇവരുടെയും സിനിമയുടെ പ്രമേയത്തിന്റെ പ്രസക്തത മനസ്സിലാക്കി ഇതിനോട് തീർത്തും സഹകരിക്കണമെന്നാണ് ഇത്.